എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടാരോ റീഡിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ശരിയാണോ എന്നില്ല, ശരിയായില്ലെങ്കിൽ വിട്ടുകള. ഇതൊരു ടൈംലെസ് റീഡിംഗ് കൂടിയാണ്. ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോഴെത്തുന്നു അപ്പോൾ നിങ്ങളായിട്ട് ഇത് കണക്റ്റ് ആവും. ഈ റീഡിംഗ് നിങ്ങളായിട്ട് കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൻ്റെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുക. ഇവിടെ ഞാൻ 3 നമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്, 1, 2, 3, അതായത് 3 ഫ്ലവർ. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏത് നമ്പറാണോ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ നമ്പറിൻ്റെ റീഡിംഗ് ആയിരിക്കും നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്നത്. അപ്പം നമുക്ക് എല്ലാവരും മനസ്സിൽ ഒന്ന് ദൈവത്തിനെയൊക്കെ വിചാരിച്ചു, യൂണിവേഴ്സിനെയൊക്കെ വിചാരിച്ചു, ഏതെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിക്കുക. ഇവിടെ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ഇതാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് നമ്പർ 1 സെലക്ട് ചെയ്തത്, അതായത് ലോട്ടസ് ഫ്ലവറിനെ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ, യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ. എന്ത് മെസ്സേജാണ് ഇവർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്? നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ മെസ്സേജ് എന്താണ്? യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ, യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ്. നമുക്ക് നാടി ഈ കാർഡ് എടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ദ ഫൂൾ കാർഡാണ്. ദ ഫൂൾ റിവേഴ്സ് കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഒരു തലതിരിഞ്ഞ അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ പുതിയൊരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിൽ ചെറിയൊരു പേടിയോ അല്ലെങ്കിൽ വേണ്ടത്ര തയ്യാറെടുപ്പില്ലായ്മയോ കാണിക്കുന്നു. അനാവശ്യമായ എടുത്തുചാട്ടം ഒഴിവാക്കണമെന്ന് ഈ കാർഡ് മുന്നറിയിപ്പ് നൽകുന്നു. ഇനി നമുക്ക് ഒരു കാർഡ് കൂടെ എടുത്ത് നോക്കാം. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ഒന്നും കൂടെ എടുക്കാം. ഇത് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്. ഇപ്പം നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് 2 ഓഫ് സോർഡ്സ് ആണ്. അപ്പം നിങ്ങളിപ്പോൾ ഒരു വലിയ ആശയക്കുഴപ്പത്തിലാണ് അല്ലേ? 2 വഴികളിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാതെ മനസ്സ് മടുത്തിരിക്കുന്ന ഒരവസ്ഥ. തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ നിങ്ങൾ കണ്ണടച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് നിങ്ങൾക്കൊരു ഇതുമില്ല, ഒരു ആശയക്കുഴപ്പത്തിലാണ്. അപ്പം നമുക്കിനി ഒരു കാർഡ് കൂടെ എടുത്ത് നോക്കാം. പ്ലീസ് യൂണിവേഴ്സ് ഹെൽപ്പ് മീ, യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്. ഇപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് ദ ചാരിയോട്ടാണ്. ചാരിയോട്ട് കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ പറയുന്നത്, പക്ഷേ അവസാനം വിജയം നിങ്ങളുടേതാണ്. ഈ ആശയക്കുഴപ്പങ്ങൾ മാറി നിങ്ങൾ ശക്തമായൊരു തീരുമാനമെടുക്കും. കഠിനാധ്വാനത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തും എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ ചാരിയോട്ട് കാർഡ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ 3 കാർഡാണ് വന്നത്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ അനാവശ്യമായ പേടിയും ആശയക്കുഴപ്പവും മാറ്റി വയ്ക്കുക. വ്യക്തമായ പ്ലാനോടുകൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വലിയ വിജയം നേടാൻ സാധിക്കും. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ കൃത്യമായി ചിന്തിച്ച് പ്രവർത്തിക്കുക. ഇതാണ് നമ്പർ 1 സെലക്ട് ചെയ്ത, അതായത് ലോട്ടസ് ഫ്ലവർ സെലക്ട് ചെയ്ത എൻ്റെ വ്യൂവേഴ്സിന് ഉള്ള മെസ്സേജ്. അപ്പോൾ നിങ്ങൾ അനാവശ്യമായ പേടിയും ആശയക്കുഴപ്പമൊക്കെ മാറ്റി വയ്ക്കുക. എന്നിട്ട് വ്യക്തമായ പ്ലാനോടുകൂടി മുന്നോട്ട് പോവുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റീഡിങ്ങിലോട്ട് പോകാം. എന്ന് വെച്ചാൽ നമ്പർ 2 സെലക്ട് ചെയ്ത ആരാണോ അവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഈ റീഡിംഗ് നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്, അതായത് ജാസ്മിൻ ഫ്ലവർ സെലക്ട് ചെയ്തവരുടെ. യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ, യൂണിവേഴ്സ് എന്ത് മെസ്സേജാണ് അവർക്ക് നൽകാൻ പോകുന്നത്? പ്ലീസ് യൂണിവേഴ്സ് ഹെൽപ്പ് മീ. ഇപ്പം നമ്മൾക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്ഡ് ആണ്. അപ്പം ജോലിയിലോ പഠനത്തിലോ മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. കൂടെയുള്ളവരിൽ നിന്ന് വേണ്ടത്ര സഹകരണം ലഭിക്കാത്തതോ അല്ലെങ്കിൽ കൃത്യമായ പ്ലാനിങ് ഇല്ലാത്തതോ ആയ അവസ്ഥയെ ഇത് കാണിക്കുന്നു. അപ്പം നമുക്ക് ഒരു കാർഡും കൂടെ എടുത്ത് നോക്കിയാലോ. ഇതിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദി ഹാങ്ഡ് മാൻ റിവേഴ്സ്ഡ് ആണ്. ഹാങ്ഡ് മാൻ റിവേഴ്സ്ഡ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളൊരു കാര്യത്തിന് ഒരുപാട് കാത്തിരുന്നു മടുത്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലെന്നും എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു. ശരിയായ ദിശയിലല്ലാതെ വെറുതെ സമയം കളയുന്ന ഒരു അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. അപ്പം നമുക്കിനി ഒന്നും കൂടെ ഒരു കാർഡും കൂടെ എടുത്ത് നോക്കിയാലോ. പ്ലീസ് യൂണിവേഴ്സ് ഈ ഒരു കാർഡും കൂടെ എടുത്ത് നോക്കാം നമുക്ക്. അപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ദി സൺ, അതും റിവേഴ്സ്ഡ് ആണ്. അതെന്ന് പറയുന്നത് സന്തോഷവും വിജയവും തൊട്ടടുത്തുണ്ടെങ്കിലും അത് പൂർണ്ണമായി അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ചെറിയ നിരാശയോടെ ആണെങ്കിലും അല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസം മൂലം പറ്റുന്ന അബദ്ധങ്ങളോ ഇതിന് കാരണമായേക്കാം. അപ്പം കാര്യങ്ങൾ മന്ദഗതിയിലായിരിക്കും നടക്കുക. ഏതാണ് ഈ 3 കാർഡ്
ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ റിവേഴ്സ് ആയത് 3 റിവേഴ്സ് കാർഡുകളാണ് വന്നിരിക്കുന്നത്, തല തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ വരുന്നത് അല്പം തടസ്സങ്ങളെയും ഊർജ്ജസ്വലതയും കുറവിനെയും, എന്ന് വെച്ചാൽ ഒരു ഉണർവ്, ഒരു എനർജി ഇല്ലാത്ത അതിനെ കുറവിനെയും സൂചിപ്പിക്കുന്നു. അപ്പം ഇതിന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രയത്നങ്ങളിൽ ഒരു പുതിയ ഉന്മേഷം കൊണ്ടുവരേണ്ട ഒരു സമയമാണിത്. കൂടെയുള്ളവരുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക. അമിതമായി ചിന്തിച്ച് സമയം കളയാതെ ചെറിയ കാര്യങ്ങളിലെങ്കിലും കൃത്യമായ പ്ലാനിങ് നടത്തുക. തടസ്സങ്ങൾ താൽക്കാലികം മാത്രമാണ് കേട്ടോ. കുറച്ചുകൂടി പരിശ്രമിച്ചാൽ ആ പഴയ സന്തോഷം തിരികെ ലഭിക്കും. ഇതാണ് നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്. അപ്പം നിങ്ങൾ കഠിനമായി പ്രയത്നിക്കുക. അപ്പം നിങ്ങളുടെ പ്രയത്നത്തിൽ ഒരു വിജയം സുനിശ്ചിതമാണ്. എന്ന് വെച്ചാൽ വിജയം നിങ്ങൾക്ക് വരും, പക്ഷെ അത് കുറച്ച് പ്രയത്നം വേണമെന്നേ ഉള്ളൂ. അതപ്പോൾ അമിതമായൊന്നും നമ്മൾ ചിന്തിച്ച് നിങ്ങൾ സമയം കളയാതെ ഒരു പ്ലാനിങ്, എന്തെങ്കിലും നല്ലൊരു പ്ലാനിങ് വേണം ജീവിതത്തിൽ. നല്ലൊരു പ്ലാനിങ് ഉണ്ടായാലേ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എല്ലാം ഒരു മന്ദഗതിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തമായ ഒരു പ്ലാനിങ് ആണ് ജീവിതത്തിന് അത്യാവശ്യമേ. ഇനി നമുക്ക് നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ. യൂണിവേഴ്സ് എന്ത് മെസ്സേജാണ് നമ്പർ 3 സെലക്ട് ചെയ്ത എൻ്റെ യൂണിവേഴ്സിന് നൽകാൻ ഉദ്ദേശിക്കുന്നത്? യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ. യൂണിവേഴ്സ്. അത് നമുക്ക് ആദ്യം എടുക്കുന്ന കാർഡ് ഏതാണെന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു ഏത് കാർഡാണ്? ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാർഡാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതെന്ന് പറയുന്നത് കിങ് ഓഫ് സോർട്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കൊരു 3 കാർഡ് എടുത്തിട്ട് റീഡിങ് പറയാം. അപ്പോൾ സെക്കൻഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു റിവേഴ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റിവേഴ്സ് കാർഡ് ഇത് ഏതാണെന്ന് വെച്ചാൽ ക്യൂൺ ഓഫ് വാൺസ്. ക്യൂൺ ഓഫ് വാൺസിൻ്റെ റിവേഴ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഒരു കാർഡ് കൂടെ എടുത്ത് നോക്കാം. അത് എന്ന് പറയുന്നത് ഒരു 8 ഓഫ് വാൺസ്. 8 ഓഫ് വാൺസിൻ്റെ റിവേഴ്സ്ഡ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2 റിവേഴ്സ് കാർഡും ഒരു സ്ട്രെയിറ്റ് കാർഡുമാണ് നമുക്ക് ചുരുക്കത്തിൽ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം 8 ഓഫ് വാൺസ് കിട്ടിയിരുന്നെന്ന് വെച്ചാൽ 8 ഓഫ് വാൺസിൽ പറയുന്നതെന്ന് വെച്ചാൽ കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച വേഗതയിൽ, ഇപ്പം നിങ്ങളൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു വിചാരിച്ച വേഗതയിൽ നടക്കുന്നില്ല. തടസ്സങ്ങൾ എന്ന് വെച്ചാൽ ഒരു ഡിലേ വരുന്നു, തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ മിസ്കമ്മ്യൂണിക്കേഷൻ വരുന്നു, അല്ലെങ്കിൽ യാത്രകളിലോ പ്ലാനുകളിലോ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവ ഈ കാർഡ് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, പകരം അല്പം കാത്തിരിക്കുക എന്നാണ് ഈ കാർഡ് പറയുന്നത്. കിങ് ഓഫ് സോർട്സ് തന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ബുദ്ധിയോടെയും യുക്തിയുടെയും ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ വൈകാരികമായി ചിന്തിക്കാതെ വസ്തുക്കളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഒരു നിയമോപദേശമോ അല്ലെങ്കിൽ ഒരാളുടെ കൃത്യമായ നിർദ്ദേശമോ നിങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങൾ പിന്നെ ബുദ്ധിയും യുക്തിയും പ്രയോഗിച്ച് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ്, ഒരു സാഹചര്യമാണ്. നിങ്ങൾക്കുണ്ട്, ബുദ്ധിയും യുക്തിയും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ സാഹചര്യം അനുസരിച്ച് അത് പ്രവർത്തിക്കണമെന്നാണ് കിങ് ഓഫ് സോർട്സ് ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ അടുത്ത കാർഡ് ക്യൂൺ ഓഫ് ഫോൺസ് ആണ് നമുക്ക്. ക്യൂൺ ഓഫ് ഫോൺസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ കുറവുണ്ടാകുന്ന ഒരു സമയമാണ് ഈ തലതിരിഞ്ഞ റിവേഴ്സ്ഡ് ക്യൂൺ ഓഫ് ഫോൺസ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് നിങ്ങൾ അമിതമായി ആകുലപ്പെട്ടേക്കാം. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലോ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു മനസ്സിലൊരു അത് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ അങ്ങനെ ആ ഒരു വിചാരം കൊണ്ട് നമുക്ക് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തെടുക്കാൻ മടി കാണിച്ചേക്കാം. അപ്പം ദേഷ്യം അല്ലെങ്കിൽ അസൂയ പോലുള്ള വികാരങ്ങൾ നിയന്ത്രിക്കേണ്ടത് ഒരു അത്യാവശ്യ ഘട്ടമാണ്. അപ്പോൾ ഈ 3 കാർഡും ഒന്നിച്ച് വരുമ്പോൾ അത് ആശയവിനിമയത്തിലെ തടസ്സങ്ങളെയും വൈകാരികമായ അസ്വസ്ഥതകളെയുമാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ പതുക്കെ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം അതിനാൽ ക്ഷമ പാലിക്കണം കേട്ടോ. അനാവശ്യമായ ദേഷ്യവും ആത്മവിശ്വാസമില്ലായ്മയും ഒഴിവാക്കി ശാന്തമായി കാര്യങ്ങളെ വിലയിരുത്തുക. എന്ന് വെച്ചാൽ ഭയങ്കര പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഞാനിത് ചെയ്ത ഒരു ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ അതെല്ലാം ഒഴിവാക്കിയിട്ട് ശാന്തമായി കാര്യങ്ങളെ വിലയിരുത്തുക. പിന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇപ്പം വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കാം, കാരണം തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എല്ലാം വിജയകരമായി നടക്കും കാര്യങ്ങൾ. പക്ഷേ എല്ലാം ഒരു കുറച്ച് പതുക്കെ മാത്രമേ നടക്കുകയുള്ളൂ. അതിനാൽ നിങ്ങൾ ക്ഷമ പാലിക്കണമേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് എല്ലാവർക്കും ശരിയാവണമെന്നില്ല. ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഞാൻ ഈ പറയുന്നത്. ചിലർക്കിത് ശരിയായി വരും, ചിലർക്കിത് ശരിയായി വരാതെയും ആവാം. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.